എല്ലാവർക്കും aalloostechന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് almin. നമ്മൾ ഇന്നൊരു സിമ്പിൾ ഇൻവെൻഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, ഒറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, നമ്മുടെ 10 രൂപയുടെ ഒറിയോ ബിസ്ക്കറ്റ്, അതിനകത്ത് നിന്ന് നമ്മളൊരു ചെറിയൊരു ചോക്കോബാർ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചോക്കോബാർ സിമ്പിളായിട്ട് ആർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം പറഞ്ഞു വലിച്ചിട്ടുന്നില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം പിന്നെ അധികം പറഞ്ഞു വലിച്ചിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കൂടാതെ 3 ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ ഒറിയോൻ്റെ പാക്കറ്റാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാൽപ്പൊടിയാണ്. പാലായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് ഡയറിമിൽക്ക്. ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. അതിൻ്റെ കൂടെ ഞാൻ പീനട്ട് എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി. നിങ്ങൾക്ക് കശുവണ്ടി ആയാലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പണിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്കിതൊന്നും വേണ്ട, ഒക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് 3 പാക്കറ്റ് മാത്രം നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വേറൊന്നുമല്ല, ഈ ഒറിയോൻ്റെ പാക്കറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ തല്ലി പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉള്ളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറ്റിക എടുക്കുക, വടി എടുക്കുക. നിങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് എന്ത് വേണം അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഉള്ളി എടുത്തിട്ട് പയ്യെ തട്ടി കൊടുക്കുകയാണ്. ബിസ്ക്കറ്റിന് അധികം പ്രഷറിൽ തട്ടരുത്, പാക്കറ്റ് പൊട്ടി സാധനം താഴെ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം പയ്യെ നമുക്ക് തട്ടിയത് പൊടിക്കാം. ഓ, ഞാൻ തട്ടിയപ്പോൾ അതേ പൊട്ടിപ്പോയി. ഇത്തിരി പ്രഷർ കൂടിപ്പോയി തട്ടിയത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, ഒരു വശം മാത്രമാണ് പൊട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്കത് മാറ്റി വയ്ക്കാം. നിങ്ങൾ തട്ടുമ്പോൾ പയ്യെ തട്ടാൻ ശ്രമിക്കുക, ഇതൊരു പാടമാണ്. നമുക്ക് അടുത്ത പാക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ തട്ടിയത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇതുപോലെ തട്ടുമ്പോൾ കൈമേക്ക് അടിയൊന്നും കൊള്ളാണ്ട് നോക്കുക. കാരണം ഇത്തിരി പ്രഷർ കൂടിയ സാധനമൊക്കെ എടുത്ത് തട്ടുമ്പോൾ കൈക്ക് അടിയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കിട്ടി. അപ്പോൾ എല്ലാവരും അത് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഇതോടെ നമ്മുടെ 3 സാധനവും തട്ടി നമ്മൾ പൊടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ലാസ്റ്റത്തെയാണ് ഈ ചെയ്യണത്. അത് കഴിഞ്ഞാൽ ഞാൻ 3 ഗ്ലാസ് എടുത്തേക്കണം. 3 ഗ്ലാസ് എടുത്തിട്ട് ഞാൻ നേരത്തെ ആ പൊടിച്ച് വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വശത്തെ ആ ഒരു പോർഷൻ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ വെക്കുക, ഗ്ലാസ്സിലേക്ക് അത് വെക്കുക. ബാക്കിയുള്ള പാക്കറ്റും കൂടിയും സെയിം ഇതുപോലെ തന്നെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് വെക്കാം. ഇതേ നമ്മൾ നേരത്തെ എടുത്ത ആ പാൽപ്പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി അതൊരു പാല് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഒരു 3 സ്പൂൺ പഞ്ചസാര അതിനകത്തോട്ട് ആഡ് ചെയ്യണം. എൻ്റെ ഒരു മധുരത്തിൻ്റെ അളവ് പ്രകാരമാണ് ഞാൻ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഏകദേശം ഈ ഒരു അളവിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതേ പഞ്ചസാര അതിനകത്ത് ആ പാലിൽ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള പാലായത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ പാല് നമ്മൾ നേരത്തെ എടുത്ത ആ ബിസ്ക്കറ്റിലേക്ക് ഓരോന്നിലേക്കും ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇത് നേരിട്ട് ഇങ്ങനെ ഒഴിക്കാനൊന്നും പറ്റില്ല, സ്പൂൺ വഴിയൊന്നും ഒഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസ്സിലോട്ട് ഈ പാല് മാറ്റിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കണത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. സോ നമ്മളിതാ എല്ലാത്തിലും പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇതെടുക്കുകയാണ്. ഐസ്ക്രീമിൻ്റെ ഒരു നമ്മൾ കോരി പിടിക്കുന്ന ആ ഒരു സാധനമല്ല ഐസ്ക്രീമിൻ്റെ,
ആ ഒരു സാധനം ഞാൻ 3 എടുത്തിട്ടുണ്ട്, ഐസ്ക്രീമിൻ്റെ കോല്. അപ്പോൾ നമ്മളിത് ഓരോന്നിലും വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഓരോന്നിലും ചോക്കോബാർ പരുവത്തിൽ നമ്മളത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ അത് 3ലും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ ഫ്രീസ് ചെയ്യാന്നുള്ളതാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ നല്ല തണുപ്പിൽ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഞാനത് ഫ്രീസ് ചെയ്യാൻ വെച്ചു. അത് ഫ്രീസ് ആവുന്ന നേരം കൊണ്ട് ഞാൻ വേറൊരു പണി ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു ഡയറി മിൽക്ക്, നമ്മൾ മേടിച്ച ആ ഡയറി മിൽക്ക് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ബർണർ കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചു. കാരണം അതിൻ്റെ ആവി അടിച്ചിട്ട് വേണം നമുക്കത് മെൽറ്റ് ചെയ്യാനായിട്ട്. വേറൊരു പാത്രം വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ബർണർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ആ ഡയറി മിൽക്ക് പൊടി കഷ്ണിച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ നമ്മളൊന്ന് ആവി കൊള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പയ്യെ ഉരുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഓക്കെ, 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ്, അതായത് നമ്മുടെ ഡയറി മിൽക്ക് അടിപൊളിയായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഉരുക്കിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച സാധനം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാക്കറ്റ്, പുറമേയുള്ള ആ പാക്കറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാനത് ഒരു കത്രിക എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നമ്മൾ പയ്യെ ഒന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പോരുന്നതായിരിക്കും. അപ്പോൾ അധികം പ്രഷറൊന്നും കൊടുക്കാതെ നമ്മളത് പയ്യെ ചെയ്തെടുക്കണം. കാരണം അധികം ഫ്രീസ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന പരുവത്തിൽ അത് കിട്ടി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ എടുത്ത ആ ചോക്ലേറ്റിൽ, മെൽറ്റ് ചെയ്ത ആ ചോക്ലേറ്റിൽ കുറച്ച് കപ്പലണ്ടി ഞാൻ പൊടിച്ചിട്ട്, ഞാൻ വെറുതെ നേരത്തെ എടുത്ത ഉള്ളിയും കൊണ്ട് തന്നെ ഒരു തുണിയിലാക്കിയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് പൊടി പോലെ ആക്കി. എന്നിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഈ ചെയ്യണത്. നിങ്ങൾക്ക് കശുവണ്ടി വേണമെങ്കിൽ കശുവണ്ടി ഇതുപോലെ ഇടാം. ഇതിൻ്റെ നല്ല ടേസ്റ്റ് കശുവണ്ടിക്ക് ആയിരിക്കുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ പീനട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ നേരത്തെ എടുത്ത ആ ഒരു ചോക്കോബാർ ഇതിനകത്ത് ശരിക്കും മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ആ ഒരു ഡയറി മിൽക്കും ആ ഒരു പീനട്ടും അതുമ്പോൾ ശരിക്കും പിടിക്കത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരെണ്ണം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടി അതുപോലെ ചെയ്തെടുക്കാം. ശരിക്ക് സൂപ്പറായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അതായത് ഇത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു കിടിലൻ ലുക്കായിരിക്കും ഈ സാധനം. അപ്പോൾ ഇതിൽ ശരിക്കും ഈ പീനട്ടും ഈ ചോക്ലേറ്റും അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇതാ നമ്മുടെ ലാസ്റ്റത്തെ ഇതുകൂടി നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചില്ലേ, ഒരു 4 മണിക്കൂർ നേരത്തെ വെച്ചായിരുന്നു. ഇതും കൂടി ഒന്ന് ഫ്രീസ് ആവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊരു 3/4 മണിക്കൂറും കൂടി നമുക്ക് ഫ്രീസറിൽ ഒന്നുകൂടി ഇത് വെക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് അത് മാറ്റിയാണ്, എന്നിട്ടാണ് ഫ്രീസ് ചെയ്യാൻ വെക്കണത്. ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ പിള്ളേരൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്തോളാം. കഴിച്ചോ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, ക്യാമറയ്ക്ക് പറയണേ. അടിപൊളിയാണ്, സൂപ്പർ സൂപ്പർ, അടിപൊളി ഫ്രണ്ട്സ്. കിട്ടുകാച്ചി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റൊരു എന്താ പറയുക, ഒരു ഇവനിങ് ഒക്കെ ചെലവഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ആൽമി സൈനിങ് ഔട്ട്.